യുവർ ഫോൾട്ട് ഡയറക്ടഡ് ബൈ ഡൊമിനിക്കോ ഗോൺസാലസ്. ഇതിന്റെ പ്രീക്വൽ മൈ ഫോൾട്ട് 2023 വർഷത്തിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയ സിനിമകളിൽ ഒന്നായിരുന്നു. ഇപ്പതായ സീക്വലും വേഴ്സ്റ്റിനേക്കാളും താഴെ ഇടേണ്ടി വരും. മൈ ഫോൾട്ട് ചുമ്മാ കണ്ടെങ്കിലും ഇരിക്കുമായിരുന്നു. ആ ഒരു ഒറ്റ ഫ്ലോയിലാണ് ആ ഒരു പ്ലോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ യുവർ ഫോൾട്ടിലും ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാമെങ്കിലും സെക്കൻഡ് ഹാഫ് സഹിക്കാൻ പറ്റില്ല. ഒന്നാമത് ഈ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും റൊമാൻസ് എന്ന സംഭവം എവിടെയും കാണാൻ പറ്റില്ല. പ്യൂർ റൊമാൻസ് ഇല്ല. ഈ പ്യൂർ റൊമാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഷുഡ് ബി കമ്പാഷൻ, ദർ ഷുഡ് ബി കെയർ, ദർ ഷുഡ് ബി ട്രസ്റ്റ്. അതൊന്നും ഇവിടെ ഇല്ല. ഫസ്റ്റ് പാർട്ടിൽ പിന്നെ ലെസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ചീറ്റിംഗ് കൂടെ കയറിയിട്ടുണ്ട്. ക്ലൈമാക്സ് വാസ് ദ വേർസ്റ്റ്. ഇതൊരു ട്രയോളജിയാണ്. സോ ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്, അവർ ഫോൾട്ട്. അത് ഇതിലും ദാരുണികമാവാനാണ് ചാൻസ്. മൈ ഫോൾട്ടും യുവർ ഫോൾട്ടും ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് ആണ്. ഈ ആഫ്റ്റർ സീരീസും കിസ്സിംഗ് ബൂ സീരീസും ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാം. പക്ഷേ ടു ബി ഫ്രാങ്ക്, ആഫ്റ്റർ സീരീസ് കിസ്സിംഗ് ബൂ സീരീസും ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. സിനിമാറ്റോഗ്രഫി കൊള്ളായിരുന്നു. ആ ഒരു സ്റ്റൈലിഷ് കംപ്ലീറ്റ് ലക്ഷറി സെറ്റപ്പ് നല്ല രസത്തോടെ എടുത്തിട്ടുണ്ട്. മ്യൂസിക് വാസ് സൂത്തിങ്. പിന്നെ ഇതിലൊരു കാർ റേസ് സീക്വൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ഒരു ചെറിയൊരു കാർ ചേസ് സീക്വൻസ് ഇതിനേക്കാളും ബെറ്റർ ആയി എടുത്തെന്ന് എനിക്ക് തോന്നിയത്. നിക്കോൾ ആൻഡ് ഗബ്രിയേൽ ഫസ്റ്റ് പാർട്ട് പോലെ ഇതിൽ നന്നായിരുന്നു ചെയ്തിട്ടുണ്ട്. പക്ഷെ റൈറ്റിംഗ് ഇത്രയും ശോഭമായതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അവരുടെ കെമിസ്ട്രിയും നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു റൊമാൻറ്റിക് സീരീസ് ഇഷ്ടമുള്ളവര് ശരിക്കുള്ള റൊമാൻസ് അറിഞ്ഞിട്ടില്ല എന്നാണ് സത്യം. പ്ലീസ് ഡു വാച്ച് സം ഗുഡ് റൊമാൻറ്റിക് മൂവീസ് ഓർ സീരീസ്. ഞാൻ കുറച്ച് നല്ല റെക്കമെൻഡ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ. സോ അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും.